വലതുകരം ഉയർത്തിപ്പിടിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. സകല ജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ അമ്മേ, ഈ മണിക്കൂറുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇന്നത്തെ കൂട്ടായ്മയിലെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയപ്പെടുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. കാലങ്ങളായി കുടുംബങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന രോഗങ്ങള്, വേദനകള്, ദുഃഖങ്ങള്, സാമ്പത്തിക ക്ലേശങ്ങള്, കടബാധ്യതകള്, സമാധാനം നഷ്ടപ്പെട്ടുപോയ എല്ലാ അവസ്ഥകളെയും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന്റെ ശക്തിയാൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകല മക്കളുടെ മേലും സ്വർഗത്തിന്റെ വലിയ അഭിഷേകം സംഭവിക്കുവാൻ ഇടവരുത്തണമേ. ആമേൻ. മർക്കോസ് 16:17 വചനത്തിന്റെ ശക്തിയാൽ കർത്താവ് ഇന്നത്തെ ദൈവ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സകല മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന ദുഃഖങ്ങൾ, വേദനകൾ എല്ലാം വിട്ടുമാറട്ടെ. ദൈവത്തിന്റെ കൃപാശക്തി നിറയപ്പെടട്ടെ. ഈശോയെ, കാലങ്ങളായി കുടുംബങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ സാധാരണ പ്രവർത്തന മേഖലകളെ യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കട്ടെ. സ്വർഗത്തിന്റെ മഹത്വം കൊണ്ട് നിറയപ്പെടട്ടെ. യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരസ്പരം നമുക്ക് സ്തുതി പറയാം. ഈശോ മിശിഹായ്ക്ക്. നമ്മുടെ വചന ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ 1-2 മാസം മുമ്പുള്ള ഒരു യൂട്യൂബിലെ ഒരു ശുശ്രൂഷ, നമ്മുടെ ശുശ്രൂഷ അത് കണ്ടിട്ട് 2 പേര് മെസ്സേജ് ഇട്ട്. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു. അന്നത്തെ ആ ടോക്ക് ദശാംശത്തെ കുറിച്ചുള്ളൊരു ടോക്കായിരുന്നു. അപ്പോൾ ആ ടോക്ക് കേട്ടിട്ട് അത് യൂട്യൂബിൽ കണ്ട ഒരു വ്യക്തി അതിൽ ഇങ്ങനൊരു മെസ്സേജ് ഇട്ടിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ദശാംശം കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല. ദശാംശത്തെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അന്നത്തെ ആ ടോക്കിന് ശേഷം ഞാൻ ദശാംശം കൊടുക്കാനായിട്ട് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തപ്പോൾ തന്നെ ഏതാണ്ട് 4 പ്രാവശ്യമായിട്ട് ILTC എക്സാം എഴുതിയിട്ട് പാസ്സാവാതെ നിന്ന അവരുടെ മകൻ ആ എക്സാം പാസ്സായെന്ന് അവർ സാക്ഷ്യപ്പെടുത്തി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ദൈവവചനം അനുസരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അപ്പോൾ ദൈവവചനം അനുസരിക്കുന്നവർക്ക് ദൈവം എന്താണ് സംഭവം കൊടുക്കുന്നത്? അനുഗ്രഹം കൊടുക്കും. നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും തടസ്സങ്ങളിലും വേദനയിലും ഒരുപാട് കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നുപോയ അനേകങ്ങള് ഞാൻ എൻ്റെ ശുശ്രൂഷയിൽ കണ്ടിട്ടുണ്ട്. അവരൊക്കെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്രദറെ, എങ്ങനെയെങ്കിലും ഒരു ജോലിയിലേക്കൊന്ന് പ്രവേശിച്ചിരുന്നെങ്കിൽ, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക്. ഒരിക്കലൊരു സഹോദരി, ഇപ്പോൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, അവളുടെ ജീവിത പങ്കാളിക്ക് കിട്ടുന്ന സമ്പത്തിൽ നിന്നും വെറും 10,000 രൂപ മാത്രമാണ് അവൾക്ക് മാസം സാലറി ആയിട്ട് നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത്. അവളുടെ ജീവിത പങ്കാളി ഗൾഫിലൊരു രാജ്യത്ത് ജോലി ചെയ്യുകയാണ്. അവൾ തൻ്റെ മകനുമൊത്ത് അവളുടെ ജീവിത പങ്കാളിയുടെ വീട്ടിൽ, കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ അവൾ താമസിക്കുമ്പോൾ മാസം വെറും 10,000 രൂപ അവൻ സാലറി ആയിട്ട് അയച്ചു കൊടുക്കും. അവൻ ഏതാണ്ട് 2 ലക്ഷം രൂപയോളം അന്നത്തെ കാലത്ത് സാലറി ഉണ്ട്. ഇതൊരു 10-15 വർഷം മുമ്പുള്ള ഒരു കഥയാണ്. പ്രിയമുള്ളവരെ, അന്നത്തെ കാലത്ത് 2 ലക്ഷം രൂപ സാലറി കിട്ടുന്ന ആ ഒരു വ്യക്തി ഈ മകൾക്ക് അയച്ചു കൊടുക്കുന്നത് വെറും 10,000 രൂപയാണ്. അവൾ എന്നോട് പറയാണ്, ഈ 10,000 രൂപ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുണ്ട്. അമ്മ മീൻസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ. അതുപോലെ ഹസ്ബൻഡിൻ്റെ ഒരു സഹോദരിയുണ്ട്. പിന്നെ ഞാനുണ്ട്, ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. ബ്രദറെ, ഒരു മാസം വീട്ടിലെ മുഴുവൻ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ കറണ്ട് ചാർജ്, വീട്ടിലെ ഭക്ഷണങ്ങൾ, പിന്നെ ഇത് കൂടാതെ മറ്റെന്തെങ്കിലും കല്യാണം, മറ്റവസ്ഥകളൊക്കെ വന്നാൽ അതിനെല്ലാം ചിലവാക്കേണ്ടതെല്ലാം ഈ പൈസയിൽ നിന്നാണ്. അതുപോലെ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു രോഗങ്ങളോ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പോലും എനിക്ക് ഇതിൽ നിന്ന് പൈസ എടുത്ത് ഒന്നിന് പോകാനായിട്ടൊന്നും തികയാറില്ല. എന്നാൽ അവള് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരാൻ തുടങ്ങിയ സമയങ്ങളിൽ അവളിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടും. പലപ്പോഴായി പല മാസങ്ങളായി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഒരിക്കൽ അവളെ കൂട്ടായ്മ എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ കാണുന്നതിന് വേണ്ടി ഇവിടെ നിൽക്കുകയായിരുന്നു. കൂട്ടായ്മ എല്ലാം കഴിഞ്ഞു.
അവളുമായി സംസാരിക്കുമ്പോൾ അവൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ബ്രദറെ, വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ജീവിത പങ്കാളിക്ക് 2 ലക്ഷം രൂപ മാസം സാലറി ഉണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വെറും 10,000 രൂപ തരും. ആ 10,000 രൂപ എന്ന് പറഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്നുപോലും ക്രമീകരിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഗോൾഡൊക്കെ പണയം വെച്ചും വിറ്റുമൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനി എൻ്റെ മകനെ സ്കൂളിലാക്കണം. അപ്പോൾ വലിയ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ അവളോട് ചോദിച്ചു, നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, എൻ്റെ ജീവിത പങ്കാളിക്ക് 2 ലക്ഷം രൂപയാണ് സാലറി കിട്ടുന്നത്. അതിൽ 1 രൂപയെങ്കിലും കൂടുതൽ എനിക്ക് സാലറി കിട്ടുന്ന ഒരു ജോലിയിലേക്ക് എനിക്ക് പ്രവേശിക്കണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമാണ്. ഞാൻ അവളോട് പറഞ്ഞു, നീ ദൈവത്തോട് പ്രാർത്ഥിയര്, പകരം കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, എനിക്ക് അങ്ങൊരു ജോലി തന്നു കഴിഞ്ഞാൽ, അങ്ങെനിക്ക് നല്ലൊരു ജോലി തന്നു കഴിഞ്ഞാൽ, ആ ജോലിയിൽ പ്രവേശിച്ച് എനിക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നും 10-1 ദൈവത്തിൻ്റെ മുന്നിൽ ദശാംശമായി ഞാൻ കൊടുത്ത് ജീവിച്ചു കൊള്ളാം. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, അവൾ കർത്താവിൻ്റെ മുന്നിൽ വളരെ സങ്കടത്തിൽ, വലിയ വേദനയിൽ കഴിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകത്തിലെ ഒരു വിധവ തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ എല്ലാ മേഖലകളും നഷ്ടപ്പെട്ട് എങ്ങനെ ജീവിക്കണമെന്നറിയാതെ അവൾ കർത്താവിൻ്റെ മുൻപിൽ നട്ടം തിരിയുമ്പോൾ ദൈവമിതാ തൻ്റെ പ്രതിപുരുഷനായിരിക്കുന്ന ഏലിയാ പ്രവാചകൻ അവളുടെ മുന്നിലേക്ക് അയക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏലിയായെ കണ്ടുമുട്ടുന്ന നിമിഷം മുതൽ അവളുടെ ജീവിതത്തിൽ ഒരു തുടം മാത്രം എണ്ണയുമായി വീട്ടിനുള്ളിൽ കഴിഞ്ഞിരുന്ന അവൾ ആ ദേശത്തുള്ള സകല പാത്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന രീതിയിൽ ആ എണ്ണയെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അവളെ അനുഗ്രഹിച്ചുവെങ്കിൽ, ദൈവത്തിന്റെ മുന്നിൽ തന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയജനമേ, നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങള് നിനക്ക് സ്വന്തമാക്കാൻ പറ്റണമെങ്കിൽ നീ കർത്താവിന്റെ മുൻപിൽ ചില തീരുമാനങ്ങൾ എടുക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ആ തീരുമാനം എന്ന് പറയുന്നത്, ദൈവം നിനക്ക് നൽകാൻ പോകുന്ന അനുഗ്രഹം ജീവിതകാലം മുഴുവനും ദൈവത്തിന്റെ മുന്നിൽ അനുഗ്രഹമായി തന്നെ നീ നിലനിർത്തുമെന്നുള്ളതായിരിക്കണം. ഇന്ന് അനേകങ്ങള് കർത്താവിന്റെ മുന്നിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ കണ്ണുനീർ കണ്ടിട്ടാണോ ദൈവം അവരെ അനുഗ്രഹിക്കുന്നത്? ആണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ്? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കണ്ടതിനേക്കാൾ കൂടുതലായിട്ട് ദൈവം തൻ്റെ മകനായും മകളായും നമ്മൾ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മളെ ദൈവം എന്ത് ചെയ്യുന്നത്? സ്നേഹിക്കുന്നത്, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. ഈ സഹോദരി ഇതുപോലെ പറഞ്ഞു, അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ കർത്താവ് സ്വർഗത്തിൽ നിന്നൊരു മെസ്സേജ് നൽകി. ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, അവൾക്കിതാ ദൈവം വലിയൊരു ജോലി നൽകാൻ പോകുന്നു. പ്രിയമുള്ളവരെ, അന്നത്തെ കാലത്ത് അവൾക്ക് പുറത്തേക്ക് ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് യൂറോപ്പിൽ ഒരു ജോലിക്ക് പോകണമെന്നാണ് അവളുടെ ആഗ്രഹം. എവിടെയാണ്? യൂറോപ്പിൽ. ആ യൂറോപ്പിലെ ജോലിക്ക് പോകുവാനായിട്ട് അവൾ ആഗ്രഹിച്ചു. അവളോട് ഞാൻ ചോദിച്ചു, യൂറോപ്പിലേക്ക് നിനക്ക് ജോലിക്ക് പോകുന്നതിന് വേണ്ടി നീ IELTS എക്സാം എഴുതിയിട്ടുണ്ടോ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇല്ല, IELTS എന്ന് പറയുന്ന ഒരു എക്സാം ഞാൻ പങ്കെടുത്തിട്ടില്ല, ഇതുവരെ ഞാനത് എഴുതിയിട്ടുമില്ല. പ്രിയമുള്ളവരെ, അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവൾ IELTS എക്സാം പാസ്സായി. അതിനുശേഷം അവൾ ഓൺലൈനിൽ കയറി ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മളുടെ മനസ്സിലും നമ്മുടെ ചിന്തയിലും ബുദ്ധിയിലും നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ദൈവം ഇത് അവളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങി. അവൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ എക്സാം പാസ്സാവുന്നു. അതിനുശേഷം അവൾ പൂർണ്ണമായും IELTS പാസ്സായി. അതിനുശേഷം റിസൾട്ടോട് കൂടി അവൾ നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിച്ചു. ആ ജോലിയിലേക്ക് പ്രവേശിച്ച സമയം മുതൽ അവൾ കർത്താവിന്റെ മുന്നിൽ അവൾ പറഞ്ഞ ആ വാക്ക് എന്ത് ചെയ്തു? അവൾ നിറവേറ്റാൻ തുടങ്ങി. അവൾക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയപ്പോൾ അവൾ എന്നെ വിളിച്ചു. അവൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, എൻ്റെ ആദ്യത്തെ സാലറിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മുന്നിൽ ഞാനും ദൈവവും തങ്ങളിൽ ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടി ഇങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന സമ്പത്തിന്റെ 10-1 കർത്താവിന് ഞാൻ ദശാംശമായി നൽകുമെന്ന്. പ്രിയമുള്ളവരെ, ആദ്യകാലങ്ങളിൽ ഏതാണ്ട് 1 വർഷത്തോളം അവൾ കർത്താവിന്റെ മുന്നിൽ ദശാംശങ്ങൾ കൊടുത്ത് മുന്നിലേക്ക് കടന്നുപോയി. അവൾ ജീവിതത്തിന്റെ മേഖലകളിൽ അനുഗ്രഹം പ്രാപിച്ച് മുന്നേറാൻ തുടങ്ങി. അവളുടെ ജീവിതത്തിൽ അവൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കുന്നുകൂടിയപ്പോൾ എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ഒരവസ്ഥ അവളുടെ ജീവിതത്തിലേക്കും കടന്നു വന്നു. എന്തായിരിക്കും ആ അവസ്ഥ? ദൈവത്തിന് പൈസയുടെ അതേ അഹങ്കാരം തന്നെയാണ്. ഒരു മനുഷ്യൻ അഹങ്കാരത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഒരു മനുഷ്യനിൽ അഹങ്കാരം ഉടലെടുക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നു. ദൈവത്തെയും മനുഷ്യനെയും തങ്ങളിൽ അകറ്റുന്ന ഏറ്റവും മാരക പാപം എന്ന് പറയുന്നത് അഹങ്കാരമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഒന്നുമില്ലായ്മയുടെ നടുവിൽ ഒരു മൂലയ്ക്ക് കുത്തിയിരുന്ന് നിലവിളിച്ചിരുന്നപ്പോൾ ആരും മാനിക്കാതിരുന്ന നിന്നെ ഇന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വലിയൊരു ജോലിയിൽ ഒരു യൂറോപ്യൻ രാജ്യത്ത് 3 ലക്ഷത്തോളം രൂപ സാലറി മേടിക്കുന്ന ജോലിയിലേക്ക് നിന്നെ ഉയർത്തിയെങ്കിൽ നീ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ മുന്നിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റുവാൻ നീ എന്ത് ചെയ്യണം? കർത്താവിന്റെ മുന്നിൽ വിശ്വസ്തത കാണിക്കണം. ആ വിശ്വസ്തതയാണ് നീയും നിന്റെ ദൈവവും തങ്ങളിലുള്ള
ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഹാലലിയ പറഞ്ഞേ. പ്രിയമുള്ളവരെ, അവൾ ചിന്തിക്കാൻ തുടങ്ങി, ദൈവത്തിന് ദശാംശം കൊടുക്കേണ്ട കാര്യമുണ്ടോ, പൈസയുടെ ആവശ്യമുണ്ടോ? പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം അവൾ ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. അവൾ എന്നോട് തന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദറെ, ദൈവത്തിന് ദശാംശത്തിന്റെ ആവശ്യമുണ്ടോ? ദൈവത്തിന് സമ്പത്തിന്റെ ആവശ്യമുണ്ടോ? പിന്നെ ദൈവത്തിന് എന്തിനാണ് ഇതിന്റെയൊക്കെ ആവശ്യം? അതുകൊണ്ട് എൻ്റെ കുടുംബത്തിലെ അവസ്ഥ വളരെ ഭയാനകമാണ് എന്ന് പറഞ്ഞാൽ ഈ 3 ലക്ഷം രൂപ അവൾക്ക് കിട്ടുന്ന സാലറി കൂടാതെ തന്നെ അവള് മറ്റു ഹോസ്പിറ്റലുകളിലും ജോലിക്ക് പോയി അവിടുന്ന് കിട്ടുന്നത് കൂട്ടി വലിയൊരു തുക, വലിയൊരു സംഖ്യ അവളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ദൈവം നൽകാൻ തുടങ്ങിയപ്പോഴാണ് അവളുടെ ജീവിതത്തിൽ സമ്പത്തിനോടുള്ള എന്തുണ്ടായി? ആസക്തി അവളിലേക്ക് കടന്നു വരാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഇന്ന് അവൾ ദൈവവുമായി ഒരു ബന്ധവും ഇല്ല. അവൾ ദൈവവുമായി ഒരു ബന്ധവുമില്ല. പ്രിയമുള്ളവരെ, ഞാൻ ഒരിടത്ത് ഒരു ധ്യാന കേന്ദ്രത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ ഈ ഒരു മേഖല പറഞ്ഞു കഴിയുമ്പോൾ അവിടുന്ന് ഒരു കുടുംബം എന്നെ കാണാൻ വന്നു. ആ കുടുംബം എന്നോട് വന്നിട്ട് എന്നോട് പറഞ്ഞു, ബ്രദറെ, ഞങ്ങളുടെ ജീവിതത്തിൽ ബ്രദർ ഈ പറഞ്ഞ പോലെ ഒരു സംഭവം ഉള്ളതാണ്. കാരണം എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ കാലങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്നിട്ടും വിവാഹം നടക്കുന്നില്ല. അന്ന് ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാനായിട്ട് വന്ന കൗൺസിലിങ്ങിനായി ബ്രദറിന്റെ മുന്നിലിരുന്ന ഒരു ബ്രദർ എന്നോട് പറഞ്ഞ് ഇങ്ങനെയാണ്, ഇതിന് ഒരു പ്രതിഫലമായി, ഒരു പ്രായശ്ചിത്തമായി, അതായത് മകളുടെ വിവാഹം നടക്കുന്നില്ല. മകൾക്ക് 42 വയസ്സായി. 42 വയസ്സായ മകളുടെ വിവാഹം നടക്കുന്നില്ല. പ്രിയമുള്ളവരെ, അവളൊരു അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യാണ്. അവള് വലിയൊരു ജോലിയിൽ അവിടുത്തെ ഒരു ഓഫീസിന്റെ ഫുൾ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിൽ CEO എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് അവൾ ഉയർന്നു. അവൾ MBA പാസ്സായ വ്യക്തിയാണ്. അത്രത്തോളം വലിയൊരു രീതിയിൽ നിൽക്കുമ്പോൾ മാസം ഏതാണ്ട് വലിയൊരു തുക അവൾക്ക് സാലറിയായി കിട്ടുന്നു. പക്ഷെ അവളുടെ വിവാഹ മേഖല മാത്രം എന്തായി മാറുന്നില്ല? അനുഗ്രഹമായി മാറുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ധ്യാനം കൂടാനായിട്ട് വരുന്നത്. കൗൺസിലിങ്ങിന്റെ സമയത്ത് ആ മകളില്ല, അവളുടെ അപ്പനും അമ്മയും മാത്രമാണ്. 2 പേരും ടീച്ചേഴ്സാണ്. അവർ 2 പേരും റിട്ടയർഡായി. പ്രിയമുള്ളവരെ, അവരെന്നോട് ചോദിച്ചൊരു കാര്യം ഇങ്ങനെയാണ്, ബ്രദറെ, മകളുടെ വിവാഹം നടക്കുന്നില്ല. ഇനി ഈ പ്രായത്തിൽ അവൾക്ക് വിവാഹം നടക്കുമോ? അവളിപ്പോൾ ആ മേഖല തന്നെ അങ്ങ് മറന്നിരിക്കുകയാണ്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ മറക്കാൻ പറ്റുമോ? ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾക്കൊരു കുഞ്ഞ് വേണം. എൻ്റെ മകളുടെ വിവാഹം നടന്നില്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവില്ല. ആയതുകൊണ്ട് ബ്രദർ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയൊരു ബോധ്യം ഇങ്ങനെയാണ്, നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും വിവാഹം കഴിച്ചയക്കുവാൻ നിവൃത്തിയില്ലാതെ സാമ്പത്തിക മേഖലയുടെ പേരിൽ ദുഃഖത്തിൽ വേദനയിൽ കഴിയുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിച്ചു തരുന്നു. നീ അവരുടെ കുടുംബത്തിന് വേണ്ടി സാമ്പത്തികപരമായി സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വന്നിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും കർത്താവ് മാറ്റുന്നതായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ജനമേ, നമ്മുടെ ജീവിതങ്ങളിൽ ചില കാര്യങ്ങൾ അനുഗ്രഹമായി മാറുവാൻ ചില മേഖലകൾ ദൈവം അനുവദിക്കുന്നുണ്ടെങ്കിൽ ദൈവം അനുവദിക്കുന്ന ആ മേഖല എന്താണെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞൊരു വ്യക്തി നിന്നോട് വെളിപ്പെടുത്തുമ്പോൾ, നിന്നോട് സംസാരിക്കുമ്പോൾ നീ അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് സർവശക്തനായ ദൈവത്തിന്റെ മുന്നിൽ നീ എന്തായി മാറണം? ഒരു അനുഗ്രഹമായി മാറണം. എങ്കിൽ മാത്രമേ സർവശക്തനായ ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ സാധിക്കൂ. ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരെന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ദേശത്തെങ്ങാനും ഏതെങ്കിലും ഒരു പെൺകുട്ടി ജീവിതത്തിന്റെ മേഖലകളിൽ അനുഗ്രഹമായി മാറാതെ കിടക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അവരുടെ ജീവിതത്തിൽ നിറയുവാൻ തടസ്സമായി നിൽക്കുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ ആ മേഖലകൾ ദൈവത്തിന്റെ മുന്നിൽ സമർപ്പിച്ചൂടെ എന്ന് ചോദിച്ചു. പ്രിയമുള്ളവരെ, അവരെന്നോട് പറഞ്ഞു, ബ്രദറെ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ബ്രദർ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുന്നിൽ പരിശുദ്ധാത്മാവിന്റെ കൃപ നിറയപ്പെടുവാൻ, ആത്മാവിന് വേണ്ടി ദാഹത്തോടെ അവർ പ്രാർത്ഥിക്കുവാനായി തയ്യാറായപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ ആ സഹോദരിയോട് കർത്താവിന്റെ നാമത്തിൽ, ഈശോയുടെ നാമത്തിൽ ഞാൻ അവരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ എങ്ങും ആരെയും അന്വേഷിച്ചു പോകണ്ട. പകരം നിങ്ങളുടെ ദേശത്ത് തന്നെ വിവാഹം കഴിച്ചയക്കുവാൻ നിവൃത്തിയില്ലാതെ ജീവിക്കുന്ന ഒരു കുടുംബത്തെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ആ മകളുടെ വിവാഹം നടക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ സഹായിക്കണം. അപ്പോൾ ഉടനെ ഒരു താമസമില്ലാതെ സഹോദരി എന്നോട് പറഞ്ഞിങ്ങനെയാണ്, ബ്രദറെ, ഒരു 5 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം ഇവർക്ക് ഇഷ്ടം പോലെ സമ്പത്തുള്ളവരാണ്. സമ്പത്തുണ്ടെന്ന് പറഞ്ഞ് എല്ലാവർക്കും കൊടുക്കാൻ മനസ്സുണ്ടാവോ? ഒരിക്കലുമില്ല. ഇന്ന് ഏറ്റവും കൂടുതൽ സമ്പത്തുള്ളവരാണ് കൊടുക്കാനായിട്ട് മടി കാണിക്കുന്നത്. അവർക്ക് എത്ര കിട്ടിയാലും അവർക്ക് തന്നെ തികയുന്നില്ല. അവരിന്ന് പറയുന്നത് പല കാര്യങ്ങളാണ്. ഞങ്ങളുടെ സാമ്പത്തിക മേഖല വർദ്ധിച്ചതനുസരിച്ച് ഞങ്ങളുടെ കടബാധ്യതകളും, അതെ, ഞങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ഇപ്പം ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട്. പ്രിയമുള്ളവർ, നിങ്ങളിത് ആരെ പറ്റിയാ പറയുന്നത്? നിങ്ങളെ രക്ഷിച്ച കർത്താവിനെയാണ് നിങ്ങൾ സംശയിക്കുന്നത്. ആ ദൈവത്തിനെതിരാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക, നിങ്ങൾ ഈ വ്യക്തിയെ കണ്ടുമുട്ടും. അതിനുശേഷം ആ കുടുംബവുമായി ബന്ധപ്പെട്ട് അവർക്ക് വേണ്ടി ഇത് സാമ്പത്തിക മേഖല നൽകാൻ നിങ്ങൾ
അനുവാദം നിങ്ങൾ അവർക്ക് കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ കാര്യങ്ങൾ ക്രമീകരിക്കുക. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഈ കാര്യങ്ങൾ കർത്താവ് ക്രമീകരിക്കുമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു 1.5 വർഷങ്ങൾ കഴിഞ്ഞു. ഒരിക്കൽ കൂടി അവർ ആ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞൊരു മേഖല ഇങ്ങനെയാണ്: ബ്രദറെ, ഇന്ന് ഞങ്ങളുടെ മകളുടെ വിവാഹം കഴിഞ്ഞു, അവൾക്കൊരു കുട്ടിയുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇവിടെ ഏലിയ എന്ന് പറയുന്ന പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു വിധവ തന്റെ ജീവിതത്തിൽ ഒരു മാർഗങ്ങളുമില്ലാതെ മരണം മാത്രം മുന്നിൽ കണ്ട് ജീവിച്ചവളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ നടന്നു വരുവാൻ ദൈവം ഒരു പ്രതിപുരുഷനെ അയച്ചുവെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദാനമായ ദൈവത്തിന്റെ പ്രവാചകനായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നിന്റെ ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവം നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിയെ ദൈവം നിനക്ക് നൽകിയിരിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹമായിട്ടാണ്. ആ വ്യക്തി നീ ഒരിക്കലും തിരസ്കരിക്കരുത്. ആ വ്യക്തി നീ ഒരിക്കലും തള്ളിക്കളയരുത്. നിന്റെ ജീവിതത്തിന്റെ കുറവുകളിലും ഏതവസ്ഥകളിലും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സ്വർഗം ഒരു വ്യക്തി അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ജീവിതത്തിന്റെ മേഖലകളിൽ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം ദശാംശവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് ദൈവത്തിന്റെ മുന്നിൽ ദശാംശം കൊടുത്ത് ജീവിച്ച അനേകങ്ങള് സമ്പത്ത് കുന്നുകൂടിയപ്പോൾ ദശാംശത്തിൽ നിന്ന് അവരെന്ത് ചെയ്യാണ്? അവര് പിന്മാറുകയാണ്, അവര് വ്യതിചലിക്കുകയാണ്. അവര് ചോദിക്കുന്നത് ദൈവത്തിന് സമ്പത്തിന്റെ ആവശ്യം ഉണ്ടോ എന്നാണ്. പ്രിയമുള്ളവര്, ദൈവത്തിന് സമ്പത്തിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ പെട്ടെന്ന് 2 കൊരിന്തി 7 ഒന്നെടുത്ത് 2 കൊരിന്തി എടുത്ത് അതിന്റെ 9-ാമത്തെ അധ്യായം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്തിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2 കൊരിന്തി 9-ാമത്തെ അധ്യായം അതിന്റെ 6 മുതൽ 11 വരെയുള്ള തിരുവചനം ഒന്ന് വായിക്കാമോ? സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവൻ ധാരാളം കൊയ്യും. ഓരോരുത്തരും സ്വന്തം തീരുമാനം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവരെയാണ് ദൈവം സ്നേഹിക്കുന്ന. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നിങ്ങളോട് പറയുകയാണ്, സത്യം ഇതാണ്, അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവനാകട്ടെ ധാരാളം. അതെ, ദൈവത്തിന് കൊടുക്കുന്നവന് ദൈവം വീണ്ടും വീണ്ടും നൽകിക്കൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, കൊടുക്കുവാൻ മനസ്സുള്ളവന് മാത്രമേ വാങ്ങുവാനുള്ള കൃപ ലഭിക്കുകയുള്ളൂ. എങ്ങനെയാണ്? കൊടുക്കുന്നവന് മാത്രമേ ദൈവം വീണ്ടും കൊടുക്കൂ. കൊടുക്കാൻ, എന്ത് കൊടുക്കാനാ? ദൈവത്തിന് കൊടുക്കുവാൻ. ദൈവത്തിന് കൊടുക്കാൻ മനസ്സുള്ള വ്യക്തിക്ക്, വീണ്ടും പറയാണ്, ഓരോരുത്തരും സ്വന്തം തീരുമാനം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. അപ്പോൾ ഓരോരുത്തർക്കും ദൈവം നൽകിയിരിക്കുന്ന ബോധ്യം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വീണ്ടും പറയാണ്, വൈമനസ്യത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. ആരും നിർബന്ധത്തിന് കീഴ്വഴങ്ങി, അതായത് ഞാനിപ്പോ ഇത് കൊടുത്തില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കും, എന്റെ കുടുംബത്തിൽ ദൈവം അനുഗ്രഹം പ്രാപിക്കത്തില്ല, ഇങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്യരുത്, ഒരിക്കലും ചിന്തിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം. ഇന്ന് അനേകങ്ങള് കൊടുക്കുന്നത് എപ്പോഴാ കൊടുക്കുന്നത്? ഞാനൊരു വ്യക്തിയോട് ചോദിച്ചു, ആ വ്യക്തി ഇന്ന് മലേഷ്യയിൽ വലിയൊരു ജോലിയുടെ മേഖലയിൽ നിൽക്കുന്ന ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ ഏതാണ്ട് 25 ലക്ഷം രൂപ മാസം സാലറി ഉള്ള ഒരു വ്യക്തിയോട് ഞാൻ ചോദിച്ചു, കൗൺസിലിംഗിനായി കടന്നു വന്നപ്പം, മാസത്തിൽ എത്ര രൂപ ദൈവത്തിന് ദശാംശം കൊടുക്കുന്നു? അപ്പോൾ ആ വ്യക്തി എന്നോട് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പറഞ്ഞത്, എന്തിനാ ബ്രദറെ ദൈവത്തിന് സമ്പത്തിന്റെ ആവശ്യമുണ്ടോ? ഞങ്ങൾ സ്വന്തം ബുദ്ധിയിൽ ഞങ്ങൾ ഉറക്കമിളിച്ചിരുന്ന് പഠിച്ച് ഞങ്ങൾ ജയിച്ച് ഞങ്ങൾക്ക് കിട്ടിയ അധ്വാന ഫലമായി ഞങ്ങൾ നേടുന്ന സമ്പത്ത് ദൈവത്തിന് കൊടുക്കേണ്ട കാര്യം ഉണ്ടോ? കണ്ടോ, അവരുടെ മനസ്സിൽ അവർക്ക് തോന്നുന്നത് സ്വന്തം കഴിവ്. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സ്വന്തം കഴിവുണ്ടോ? ഉണ്ടോ? അങ്ങനെ കഴിവുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മനുഷ്യനും സ്വന്തം കഴിവെന്ന് പറയുന്ന ഒരു കഴിവ് ഇല്ല. കഴിവെന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്, ദൈവത്തിന്റെ ദാനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഇന്ന് ലോകത്തിന്റെ നിറകിൽ വലിയ ജോലിയിലൂടെ ലോകത്തിന്റെ പല കോണുകളിൽ വലിയ ശമ്പളം മേടിക്കുന്ന ജോലിയിൽ നിൽക്കുമ്പോൾ, അഹങ്കാരത്തിന്റെ മേഖലയിൽ നിൽക്കുന്ന നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നിന്നേക്കാൾ നല്ലതുപോലെ പഠിക്കുന്ന ഒരു വ്യക്തി ഇല്ലാഞ്ഞിട്ടാണോ ഈ ജോലിയിലേക്ക് ദൈവം നിന്നെ ഉയർത്തിയത്? നിന്നെക്കാൾ കഴിവുള്ള ഒരു വ്യക്തി ഇല്ലാഞ്ഞിട്ടാണോ ഇന്ന് ഈ ജോലിയിലേക്ക് ദൈവം നിന്നെ ഉയർത്തിയത്? ആണോ? അല്ല. പിന്നെയോ, നിന്റെ ദൈവത്തിന്റെ മുന്നിലുള്ള നിന്റെ എളിമയും നിന്റെ പ്രാർത്ഥനയും ദൈവം കേട്ടു. അപ്പോൾ കർത്താവ് ഫിലിപ്പി 4:19 എന്താ പറഞ്ഞിരിക്കുന്നത്? എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പന്നയിൽ നിന്ന് യേശുക്രിസ്തു
വഴി നിനക്ക് ആവശ്യമുള്ളതെല്ലാം നിരന്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ മുന്നിൽ നീ വിശ്വസ്തയോടെ കാത്തു നിൽക്കണം. ഇവിടെ വചനം പറയാണ്, ഓരോരുത്തരും സ്വന്തം തീരുമാനം അനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. വൈമനസ്സത്തോടെയോ നിർബന്ധത്തിന് കീഴ്വഴങ്ങിയോ ആകരുത്. സന്തോഷപൂർവ്വം നൽകുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. സന്തോഷപൂർവ്വം ദൈവത്തിന് കൊടുക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾക്കറിയാമോ, സാലറി കിട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തിന്റെ മേഖലകൾ നോക്കുന്നതിന് മുമ്പ് ആ സാലറി 10,000 രൂപയാണെങ്കിൽ അതിന്റെ 1000 രൂപ ദൈവത്തിന് കൊടുത്തിട്ട് 9,000 രൂപ മാത്രമേ എനിക്ക് ശമ്പളമുള്ളൂ, ഈ 9,000 ആണ് എന്റെ ശമ്പളം എന്ന് പറഞ്ഞ് ആ 9,000 കൊണ്ട് എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു പോകുന്ന എത്രയോ പേര് ഈ ഭൂമിയിൽ അനുഗ്രഹത്തിന്റെ മേഖലയിലൂടെ ജീവിക്കുന്നു. അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, ബ്രദറെ, ഹോസ്പിറ്റലിൽ പോയ കാലം പോലും മറന്നുപോയി. ഹോസ്പിറ്റലിൽ പോയി. കാരണം എന്താ? ദൈവത്തിന് കൊടുക്കുന്ന വ്യക്തിയെ ദൈവം ചെയ്യും, ദൈവം അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന് എങ്ങനെയാ കൊടുക്കേണ്ടത്? 1 കൊരിന്ത്യർ 9 അധ്യായം എടുത്ത്, 1 കൊരിന്ത്യർ 9 അധ്യായം എടുത്ത്, അതിന്റെ 1 കൊരിന്തി, ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് 2 കൊരിന്തിയാണ്. അതിന്റെ 1 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 9-ാമത്തെ അധ്യായത്തില് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു മേഖലയുണ്ടെന്ന് വായിക്കാമോ? ഇങ്ങനെയാണ് പറഞ്ഞത്, 14:9-14, 1 കൊരിന്ത്യർ 9:14. അതുപോലെ സുവിശേഷ പ്രഘോഷകർ സുവിശേഷം കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കിയേ, ആ വചനം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. 1 കൊരിന്ത്യർ 9:14 പറയാണ്, അതുപോലെ സുവിശേഷ പ്രഘോഷകർ സുവിശേഷം കൊണ്ട് തന്നെ ഉപജീവനം കഴിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന. കർത്താവ് ഒരു കൽപ്പനയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? സുവിശേഷം പ്രസംഗിക്കുന്നവർ സുവിശേഷം കൊണ്ട് തന്നെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ അർത്ഥം എന്താണ്? സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ കാര്യങ്ങൾ സുവിശേഷത്തിൽ നിന്ന് നടക്കണമെങ്കിൽ സുവിശേഷത്തിലൂടെ അനുഗ്രഹം പ്രാപിച്ച ഓരോ വ്യക്തികളും ദശാംശം അവരുടെ ജീവിതങ്ങളിലേക്ക് കൊടുക്കണം. പ്രിയമുള്ളവരെ, നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നീ വിളിക്കുമ്പോൾ ഫോൺ എടുത്തും നിന്നെ നേരിട്ടും നിന്റെ തലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ സുവിശേഷ പ്രസംഗകനും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സാമ്പത്തിക മേഖലയിൽ നിന്നും നീ കൊടുക്കുന്ന ദശാംശം പറ്റി ജീവിക്കുവാൻ കർത്താവ് അനുവാദം കൊടുത്തിട്ടുണ്ട്. അവരുടെ ജീവിതം ദൈവം നൽകിയിരിക്കുന്ന കൃപയാണ് ഈ മേഖലയെങ്കിൽ അതിലൂടെ മുന്നോട്ട് പോകുവാൻ അവരെ ദൈവം നയിക്കുന്ന വഴിയാണ് ഈ വഴിയെങ്കിൽ ആ വാതിലുകൾ നീ അടയ്ക്കുകയല്ല ചെയ്യേണ്ടത്. പിന്നെയോ ആ വാതിലുകൾ തുറന്ന് കർത്താവിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ നിനക്ക് സാധിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഇന്നത്തെ ക്രിസ്ത്യാനികളുടെ ജീവിതം എങ്ങനെയാണ്? നിങ്ങൾക്കിപ്പോൾ 2 കൊരിന്ത്യർ 9:8 ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 9:8 ആദ്യം നിങ്ങൾ എടുത്ത വചനമാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് ദൈവം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാൻ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് നിന്നേക്കാൾ നല്ലതുപോലെ അറിയുന്നവനാണ് നിന്റെ സർവശക്തനായ ദൈവം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം വേണമെന്ന് നിന്നെ നല്ലതുപോലെ അറിയാം. പ്രിയമുള്ളവരുടെ വചനം പറയാണ്, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുറ്റവനാണ് സർവശക്തനായ ദൈവം. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി, അവൻ ദരിദ്രർക്ക് ദാനം ചെയ്തു, അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. കണ്ടോ? പരിശുദ്ധ വചനം പറയാണ്, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൻ വാരി വിതറി. കണ്ടോ? ദൈവം നിനക്ക് നൽകുമ്പോൾ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം. അപ്പോൾ കർത്താവ് നിന്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ മേഖലകൾ തുറക്കും. ഇന്ന് ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയാ? ഇന്നത്തെ ക്രിസ്ത്യാനിയുടെ ജീവിതം എങ്ങനെയാ? ക്രിസ്ത്യാനി തന്റെ ജീവിതത്തിൽ കിട്ടുന്നതെല്ലാം തന്റെ മക്കളുടെ പേരിൽ അക്കൗണ്ടിലേക്ക് അവിടുന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ജീവിതമാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതം. അവൻ ഒരിക്കലും ദൈവത്തിന് കൊടുക്കുവാനോ ദൈവ ശുശ്രൂഷകൾ കൊടുക്കാനോ ഒന്നും അവൻ എന്ത് ചെയ്യുന്നില്ല, അവൻ തയ്യാറാകുന്നില്ല. ജീവിതത്തിന് അവൻ കടന്നു വന്ന പഴയ വഴികളെ കുറിച്ച് ചിന്തിക്കുവാൻ അവന് ഒട്ടും സമയമില്ല. ആദ്യകാലങ്ങളിൽ ഒന്നുമില്ലായിരുന്ന മേഖലകളിൽ ദൈവത്തിന്റെ മുന്നിൽ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ ഒരു പ്രതിപുരുഷൻ ഉണ്ടായിരുന്നു. ദൈവം തെരഞ്ഞെടുത്ത ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അതൊരു വൈദികനായിരിക്കാം,
ചിലപ്പോൾ ഒരു അൽമായനായിരിക്കാം. ആ വ്യക്തി നിന്റെ ജീവിതത്തിൽ മുന്നിൽ നിന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് നിന്റെ കൂടെ നിൽക്കുന്ന പലരും നിന്നെ തള്ളിപ്പറഞ്ഞ് കടന്നുപോയ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ ശക്തിയിലും അഭിഷേകത്തിലും ദൈവം നിന്നെ അനുഗ്രഹിച്ച് ഉയരങ്ങളിലേക്ക് കൊണ്ടുപോയെങ്കിൽ നിനക്ക് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹത്തിന്റെയും 10% ആ വ്യക്തിക്ക് പൂർണ്ണമായും സ്വീകരിക്കുവാൻ ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. ദൈവം മാനിക്കുന്നവനെ നമ്മളും, പ്രിയമുള്ളവർ, ദൈവം മാനിക്കുന്നവനെ ഞാനും മാനിക്കും. ദൈവം മാനിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ മാനിക്കാതിരിക്കരുത്. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിൽ, നിന്റെ രോഗത്തിന്റെ അവസ്ഥകളിൽ, നിനക്കൊരു കുഞ്ഞില്ല എന്നുള്ളൊരവസ്ഥയിൽ, നിനക്കൊരു ജോലിയില്ല എന്നുള്ളൊരവസ്ഥയിൽ, നിനക്കൊരു ഭവനമില്ലെന്ന അവസ്ഥയിൽ, നിന്റെ ജീവിത പങ്കാളി നിന്നെ തിരസ്കരിച്ച നിമിഷങ്ങളിലൊക്കെ ഡിവൈസിന്റെ വക്കിൽ നിന്നപ്പോൾ പോലും നിന്നെ ചേർത്ത് മേടിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി മുന്നിൽ മുട്ടുകുത്തി ഒരു വ്യക്തി നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥനയിലൂടെ ദൈവം നിന്റെ ജീവിതത്തിലേക്ക് അയച്ച അനുഗ്രഹങ്ങളെ ഇന്ന് നിനക്ക് എന്തേ കാണുവാൻ പറ്റുന്നില്ല? എന്തേ നിന്റെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ പ്രാർത്ഥനയിലൂടെ കടന്നു വന്ന അഭിഷേകം സ്വന്തമാക്കിയ നിന്റെ ജീവിതത്തിൽ എന്തേ ആ വ്യക്തിയെ നീ പൂർണ്ണമായും തിരസ്കരിക്കുന്നു? ദൈവം തെരഞ്ഞെടുത്ത വ്യക്തിയെ ആര് കുറ്റം ആരോപിക്കും? റോമക്കാർക്ക് ലേഖനം 8-ാമത്തെ അധ്യായം 35-ാമത്തെ വചനത്തിൽ ദൈവം ചോദിക്കുകയാണ്, ദൈവം തെരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? ഇന്ന് ക്രിസ്ത്യാനിയുടെ മുഴുവൻ സമ്പാദ്യവും കടന്നു പോകുന്നത് അവന്റെ മക്കളിലേക്ക് മാത്രമാണ്. എത്ര ഡെപ്പോസിറ്റ്, എന്തെല്ലാം FE ഒക്കെ ഇട്ട് കൂടുതലായി ഡെപ്പോസിറ്റിലേക്ക് കടന്നു പോവുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്ത്യാനിക്ക് ദൈവം സമ്പത്ത് തരുന്നത് 2 കാര്യത്തിന് വേണ്ടിയാണ്. ശ്രദ്ധിച്ച് കേട്ടോണം. ക്രിസ്ത്യാനിക്ക് ദൈവം സമ്പത്ത് തരുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടി. അതൊന്നാമത്തെ കാര്യം മറ്റുള്ളവരുടെ ആത്മരക്ഷയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. മറ്റുള്ളവരുടെ ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിന്റെ മേഖലകളിൽ സമ്പത്തില്ലാതെ ദേശത്തിന്റെ ബന്ധത്തിലോ സ്വന്തത്തിലോ എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഒരു നേരം ഭക്ഷണമില്ലാതെ, ഒരു നല്ല വസ്ത്രം എടുക്കാനില്ലാതെ, നല്ലതുപോലെ മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ, നല്ലൊരു ഭവനമില്ലാതെ അവിടുന്ന് ദൈവത്തിന്റെ മുന്നിൽ കണ്ണുനീരോടെ നിരന്തരം പ്രാർത്ഥിക്കുമ്പോൾ നിനക്കുള്ള ജീവിതത്തിൽ ദൈവം ഒരുപാട് അനുഗ്രഹം കൊണ്ട് നിറച്ചെങ്കിൽ അതിന്റെ 10-1 നീ ആ വ്യക്തിയിലേക്ക് എത്തിക്കുമെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ആത്മാവിനെ ദൈവം നിന്നിലൂടെ നേടുവാൻ കർത്താവിന് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയായിരിക്കണം. 1, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2, പാപങ്ങളോട് കാരുണ്യം കാണിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. ഇന്ന് എത്ര പേരുണ്ട് പ്രിയമുള്ളവരെ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കും, കരുണ കാണിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഈശോ പറഞ്ഞില്ലേ, ബലിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, കരുണയാണ്. കർത്താവ് പോലും നമ്മളോട് പറഞ്ഞിട്ട് നമുക്കെന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കരുണ കാണിക്കാനായിട്ട് പറ്റുന്നില്ല. പ്രിയമുള്ളവരെ, തോബീതിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം പെട്ടെന്ന് എടുക്കാമോ? തോബീതിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം കിട്ടിയ ആളെടുത്തേ. തോബീതിന്റെ പുസ്തകം എടുത്തേ. യൂദത്തിന് തൊട്ട് മുമ്പുള്ള പുസ്തകമാണ് തോബീത്ത്. കിട്ടിയോ? അതിന്റെ 4-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനങ്ങളൊന്ന് എടുക്കാമോ? 4-ാമത്തെ അധ്യായം 7 മുതൽ 10 വരെയുള്ള വചനം. തോബീതിന്റെ പുസ്തകം കിട്ടിയോ? തോബീതിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം അതിന് 7 മുതൽ 10 വരെയുള്ള വചനം കിട്ടിയ വ്യക്തി ഉറച്ചു വായിച്ചേ. എല്ലാ ചെയ്തികളിലും നിനക്ക് ഐശ്വര്യം കൈവരും. നീതിനിഷ്ഠയോടെ ജീവിക്കുന്നവർക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ദാനം ചെയ്യുക. ദാനധർമ്മം ചെയ്യുന്നതിൽ മടി കാണിക്കരുത്. പാവപ്പെട്ടവരിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്. അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യുക. കുറച്ചേ ഉള്ളുവെങ്കിൽ അതനുസരിച്ച് ദാനം ചെയ്യുക. ദരിദ്രകാലത്തേക്ക് ഒരു നല്ല സമ്പാദ്യം നേടിവെക്കുകയായിരിക്കും നീ അതുവഴി ചെയ്യുന്നത്. എന്തെന്നാൽ ദാനധർമ്മം മൃത്യുവിൽ നിന്ന് രക്ഷിക്കുകയും അന്ധകാരത്തിൽ പെടുന്നതിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. ദാനധർമ്മം അത്യുന്നതന്റെ സന്നിധിയിൽ വിശിഷ്ടമായ കാഴ്ചയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ഇവിടെ പരിശുദ്ധ വചനം പറയാണ്, ദാനധർമ്മം ചെയ്യുന്നതിൽ നീ എന്ത് ചെയ്യരുത്? മടി കാണിക്കരുത്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ സമ്പത്തേറുമ്പോൾ ദാനധർമ്മം ചെയ്യാൻ പറ്റാത്തൊരു ജീവിതത്തിലേക്കാണ് കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണം. ദൈവം ഒരിക്കലും നിങ്ങൾ സമ്പത്ത് ദാനധർമ്മം ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ദശാംശം കൊടുത്തില്ലെന്നും പറഞ്ഞ് നിങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യില്ല? നിങ്ങളെ ശിക്ഷിക്കുന്ന ഒരു കർത്താവല്ല നമ്മുടെ ദൈവം. ഒരിക്കലും ദൈവം നമ്മളെ ശിക്ഷിക്കില്ല. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഞാൻ നിങ്ങളോട് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ സമ്പത്തേറുമ്പോൾ ദൈവത്തിന് ദശാംശം കൊടുക്കാതെ പിടിച്ചു വയ്ക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിന്റെ അടിത്തകര തകരുന്നതിന് തുല്യമായി മാറും. ഇന്ന് അനേകം കുടുംബങ്ങളിൽ കൗൺസിലിങ്ങിനായി കടന്നു വരുമ്പോൾ അപ്പനും അമ്മയും പറയുന്ന ഒരു മേഖല ഇങ്ങനെയാണ്, ബ്രദറെ, മോൻ പറഞ്ഞാൽ അനുസരണ ഇല്ല. ഇന്ന് മക്കൾക്ക് വേണ്ടി ഇഷ്ടം പോലെ ഡെപ്പോസിറ്റ് ഒക്കെ വാരി വലിച്ച് ഇങ്ങനെ കൂട്ടി ഉണ്ടാക്കിയിട്ടേക്കാണ് മക്കൾക്ക് വേണ്ടി. നിങ്ങൾ നോക്കിക്കോ, ഇതൊന്നും ദൈവഹിതമായ മേഖലകളെ
അല്ല. പ്രിയമുള്ളവരെ, മക്കൾക്ക് സമ്പത്ത് കൊണ്ട് കുന്നുകൂട്ടിയുള്ളൊരു ഡെപ്പോസിറ്റ് അല്ല കൊടുക്കേണ്ടത്. പകരം ദൈവത്തെ കൊടുക്കുവാൻ എനിക്കും നിനക്കും സാധിക്കണം. നിന്റെ മക്കൾക്ക് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ ഈ മക്കൾ ദൈവത്തിന്റെ മുന്നിൽ അനുഗ്രഹമായി മാറൂ. നീ സമ്പത്താണ് കൊടുക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, സമ്പത്തിനെയും പിന്നെന്തിനാണ് ദൈവത്തെയും ഒരുപോലെ ആർക്കും സ്വീകരിക്കുവാൻ സാധിക്കില്ല. ഒന്നെങ്കിൽ സമ്പത്തിന് സ്ഥാനം കൊടുക്കണം, അല്ലെങ്കിൽ ദൈവത്തിന്. രണ്ടും ഒരുപോലെ പോകുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ തിരുവചനം കിട്ടിയ ആളെന്ന് ഉറച്ച് വായിക്കാമോ? ഗലാത്യ, കൊരിന്ത്യയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം കഴിഞ്ഞിട്ട് അടുത്ത പുസ്തകമാണ് ഗലാത്യ. അതിന്റെ 6-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം എങ്ങനെയാണ്? നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം വളരെ വ്യക്തമായി നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. നന്മ ചെയ്യുന്നതിൽ, ദൈവത്തിന് കൊടുക്കുന്നതിൽ, ദൈവ ശുശ്രൂഷകൾക്ക് കൊടുക്കുന്നതിൽ, ദശാംശം കൊടുക്കുന്നതിലൊക്കെ ഒരിക്കലും മടുപ്പ് തോന്നരുത്. ഇന്ന് മടുപ്പ് തോന്നുവാണ്. ആൾക്കാർക്ക് ദശാംശം കൊടുക്കാനായിട്ട് മടിയായിട്ടിരിക്കുന്ന അവസ്ഥകൾ. ഇവിടെ വചനം പറയാണ്, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. എന്തെന്നാൽ നമുക്ക് മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം. നമുക്ക് മടുപ്പ് തോന്നരുത്. മടുപ്പെന്ന് പറയുന്നത് ദൈവത്തിന്റെ മുന്നിൽ ദൈവത്തിന് കൊടുക്കുന്നത് മടിയായിട്ട് എനിക്ക് തോന്നിയാൽ എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങൾ മുഴുവനും അവിടെ എന്തായി മാറും? ബ്ലോക്കാകും. അനുഗ്രഹങ്ങളെല്ലാം തടസ്സപ്പെടും. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 3-4 വചനം ഇങ്ങനെ പറയുന്നു: നീ ധർമ്മദാനം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതിരിക്കട്ടെ. രഹസ്യങ്ങൾ അറിയുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. പ്രിയമുള്ളവരെ, പരിശുദ്ധ വചനം പറയാണ്, നീ ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ ആ ദശാംശം നീ കൊടുക്കുന്നു എന്നുള്ളത് നീ അല്ലാതെ മറ്റൊരാളും എന്ത് ചെയ്യാൻ പറയല്ല, അറിയാൻ പാടില്ല. ഇന്നങ്ങനെയല്ല. ഇന്ന് 10 രൂപ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ 10,000 പേരെടുത്ത് വിളിച്ചു പറയും, അല്ലേ? ഞാൻ അവിടെ കൊടുത്തു, ഞാൻ അവിടെ കൊടുത്തു. ഈ കൊടുത്തത് നീ വിളിച്ചു പറയുന്നതോടുകൂടി നീ എന്താ ചെയ്യുന്നത്? നീ ദൈവത്തിന് എതിർസാക്ഷിയാവുകയാണ് ചെയ്യുന്നത്. കാരണം നിന്റെ ജീവിതത്തിൽ നീ മറ്റുള്ളവരെ നീ അറിയണം, നീ ഇന്നത് ചെയ്തു എന്നത് നീ ആഗ്രഹിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ്, കർത്താവ് നിനക്ക് വേണ്ടി ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി ആരെങ്കിലോടും ചോദിച്ചിട്ടാണോ കർത്താവ് ചെയ്തത്? ദൈവം നിനക്കെതിരെ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ? ദൈവം നിനക്ക് അനുകൂലമായാണ് പ്രവർത്തിച്ചിട്ട്, നിനക്കൊരിക്കലും എതിർസാക്ഷിയായിട്ടല്ല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ദൈവം നമുക്ക് നൽകുന്നതെല്ലാം അനുഗ്രഹമായിട്ടാണ്. കർത്താവിന്റെ മുന്നിൽ നിന്റെ ജീവിതം ഒരു അനുഗ്രഹമായി മാറണമെന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും, സീസറിന് കൊടുക്കേണ്ടത് സീസറിന് കൊടുക്കണം. പ്രിയമുള്ളവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, കഴിഞ്ഞ പ്രാവശ്യത്തെ ആ ദശാംശം എന്നുള്ള ടോക്ക് കേട്ടിട്ട് ഒരു കുടുംബം തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന വലിയൊരു അനുഗ്രഹത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ടോക്കിലേക്ക് തന്നെ കർത്താവ് എന്നോട് പ്രത്യേകം. കാരണം അനേകങ്ങൾ യൂട്യൂബിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ജീവിതത്തിന്റെ മേഖലകളിൽ ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറുമെന്ന് ഉറപ്പുണ്ടോ? ഞാൻ ഉറപ്പ് പറയാണ്. കാരണം ദശാംശം ദൈവത്തിന് കൊടുക്കുന്ന ഒരു വ്യക്തികളും ഇന്ന് വരെ ജീവിതത്തിന്റെ മേഖലകളിൽ എങ്ങും വീണ് പോയതായിട്ട് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഉച്ചത്തിൽ പറഞ്ഞേ. പ്രിയമുള്ളവരെ, ദൈവം നിനക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ആ കൃപ നിന്നിലേക്ക് ഒഴുകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം? മറ്റുള്ളവർ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് പറ്റണം. നമുക്ക് പൈസ കൊടുത്ത ഒരു വ്യക്തിയെ കൊണ്ട് ആർക്കെങ്കിലും പ്രാർത്ഥിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. പ്രിയമുള്ളവർ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ജീവിതം. ഈ ജീവിതം ദൈവത്തിന്റെ അനുഗ്രഹമാണെങ്കിൽ എന്നെ കർത്താവ് എവിടെയൊക്കെ ചേർത്ത് നിർത്തിയോ ആ ചേർത്ത് നിർത്തിയെടുത്തൊക്കെ എനിക്കും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് സാധിക്കണം. സമ്പത്തേറുമ്പോൾ അതനുസരിച്ച് ദാനം ചെയ്യണം. സമ്പത്തേറുമ്പോൾ ഇന്ന് അനേകങ്ങളെ ദാനം ചെയ്യുന്നതിന് പകരം കൊടുത്തോണ്ടിരുന്നത് പോലും എന്ത് ചെയ്യാണ്? ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത്. പലരും പറയാണ്, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ കടങ്ങൾ കൂടി, എൻ്റെ ജീവിത സാഹചര്യം കൂടി, എൻ്റെ കുടുംബത്തിന്റെ അവസ്ഥകൾ കൂടി, അതുകൊണ്ട് ദശാംശം തന്നെ ഞാൻ എന്ത് ചെയ്യാണ്? അതെ, മറ്റൊന്നും കുറയ്ക്കാൻ തയ്യാറല്ല.
ദശാംശം ദൈവത്തിന് കൊടുത്തിരിക്കുന്ന ദശാംശം പൂർണ്ണമായും അവരില്ലാതാക്കിയാണ് ചെയ്യുന്നത്. ബാക്കി ഒരു കാര്യങ്ങൾ, കാരണം അവർ ഭക്ഷിക്കുന്നതിനകത്ത് കുറവ് വരുന്നില്ല, അവരുടെ മക്കളെ കാര്യങ്ങളിൽ കുറവ് വരുന്നില്ല, പഠിപ്പിക്കുന്നതിൽ കാര്യങ്ങൾ കുറവ് വരുന്നില്ല, വീടും വസ്തുവും മേടിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു കുറവും വരുത്തുന്നില്ല. പകരം ദശാംശം മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്? കുറവ് വരുത്തുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകുന്നതാണ് സമ്പത്ത്. ആര് നൽകുന്നതാ? അതിലും ഞാൻ എന്തെങ്കിലും ക്രമീകരണങ്ങൾ നടത്താൻ ശ്രമിച്ചാൽ ദൈവത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് തുല്യമാണ്. എൻ്റെ കർത്താവിന് എനിക്ക് വേണ്ട. എൻ്റെ സ്വന്തം കഴിവ് ഉപയോഗിച്ച് ഞാൻ പഠിച്ച LTC പരീക്ഷ പാസ്സായി, OET പരീക്ഷ പാസ്സായി, എൻ്റെ സ്വന്തം അധ്വാനം കൊണ്ട് ഞാൻ പുറത്തുപോയി ജോലി നേടി. എൻ്റെ കഴിവ് ഇതെന്താണിത്? എൻ്റെതെന്ന് പറയുന്നത് എന്താണ്? ബൈബിള് പറയുന്നത് അഹങ്കാരം എന്നാണ് പറയുന്നത്. അതെ, ഐ എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയുന്നത് അഹങ്കാരം എന്നാണ്. ഞാൻ എന്ന വ്യക്തിയെ എന്നെ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നതിന് എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കി. പ്രിയമുള്ളവരെ, ശ്രദ്ധിച്ച് കേട്ടോ. ഇന്ന് അനേകങ്ങൾ ദൈവത്തിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്: ഇത്ര വർഷം ഞാൻ ഗൾഫിൽ ജോലി ചെയ്തു, ഇത്ര വർഷം ഞാൻ യൂറോപ്പിൽ ജോലി ചെയ്തു, ആ ജോലിയിലൂടെ എനിക്ക് കിട്ടിയതൊന്നും ബ്രദറെ എൻ്റെ ജീവിതത്തിൽ നിന്ന് സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റുന്നില്ല. ഈ അടുത്ത കാലത്തും ഒരു സഹോദരി തന്റെ മകന് വേണ്ടി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? അവന് റീഅഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ആണ്. ഒരു മാസം ഇത്ര രൂപ അവന് വേണം. അവൻ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയി പോയി. കാരണം എന്താ? സമ്പത്ത് കുന്നുകൂടിയപ്പോൾ മകന് വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് അവൻ ഇഷ്ടം പോലെ ഡെപ്പോസിറ്റും കാര്യങ്ങളും എല്ലാം ഒരുക്കി. പക്ഷെ കർത്താവിന് കൊടുക്കേണ്ടതൊന്നും കൊടുത്തില്ല. ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കാതെ നീ എന്ത് നേടിയാലും അതൊന്നും നിനക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. പ്രിയമുള്ളവരെ, കർത്താവ് നിന്നെ അതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നതോ ബ്ലോക്ക് ചെയ്യുന്നതല്ല, മറിച്ച് ദശാംശം എന്ന് പറയുന്നത് മൂന്നാമത്തെ കൽപ്പനയിൽ പറയുന്നതാണ്. നീ ദശാംശം കൊടുക്കാതിരിക്കുമ്പോൾ കർത്താവിന്റെ എന്താണ് ചെയ്യുന്നത്? പ്രമാണം ലംഘിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിന്റെ പ്രമാണം ലംഘിക്കുന്ന ഓരോ വ്യക്തികളും ആർക്ക് പ്രിയപ്പെട്ടവനായിരിക്കും? സാത്താന് പ്രിയപ്പെട്ടവനായിരിക്കും, പിശാച് നിന്റെ ജീവിതത്തിലേക്ക് കയറുവാനുണ്ടാകുന്ന ഒരു വാതിലാണ് ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കുക എന്നുള്ളത്. പ്രിയമുള്ളവരെ, ദൈവം വന്നിരിക്കുന്നത് നിന്നെ അനുഗ്രഹിക്കാനും സമൃദ്ധമായി അനുഗ്രഹിക്കാനുമാണെങ്കിൽ പിശാച് വന്നിരിക്കുന്നത് നിന്നെ കൊല്ലാനും മോഷ്ടിക്കാനുമാണ്. നിന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്നത് മാത്രമാണ് ഈ ജീവിതകാലം മുഴുവനും അനുഗ്രഹമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ടത് ഒരിക്കലും നീ പിടിച്ചു വെക്കരുത്. പകരം ദൈവത്തിന് കൊടുക്കേണ്ടത് കർത്താവിന് കൊടുക്കുക. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയജനമേ, ദൈവം നമ്മളോട് പറഞ്ഞു, സത്യം ഇതാണ്: അല്പം വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ധാരാളം വിതയ്ക്കുന്നവനാകട്ടെ ധാരാളം കൊയ്യും. നമുക്ക് എണീറ്റ് നിൽക്കാം. ഈശോയുടെ മുന്നിൽ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. കഴിഞ്ഞ എൻ്റെ കാല ജീവിതത്തിൽ ഞാൻ ദശാംശം കൊടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് കിട്ടുന്നതിൽ നിന്നും 10% ദശാംശം ദൈവത്തിന് കൊടുത്ത് ദൈവത്തിന് പ്രീതികരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ? അല്ലെങ്കിൽ ഈ മണിക്കൂറുകളിൽ എൻ്റെ ജീവിതത്തെ കർത്താവിന് കൊടുക്കാം? ഞാൻ ദൈവത്തിന് കൊടുക്കേണ്ടത് പിടിച്ചു വാങ്ങി വെച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാതെ കടന്നു പോകുമ്പോൾ ദൈവത്തിനെതിരെ പിറുപിറുത്തുകൊണ്ട് എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എത്ര കിട്ടിയിട്ടും എനിക്ക് തികയുന്നില്ല, എൻ്റെ ജീവിത പങ്കാളിയുടെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ, എൻ്റെ കുടുംബത്തിൻ്റെ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ഏറ്റവും പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യുവാൻ നിർത്തുവാൻ പറ്റുന്ന ദശാംശമാണ്. കാരണം ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ ആരും എന്നോടൊന്നും ചോദിക്കില്ല. എന്നാൽ എൻ്റെ വീട്ടിലെ ഭക്ഷണത്തിനോ എൻ്റെ വീട്ടിലെ മറ്റു കാര്യങ്ങളോ ക്രമീകരിക്കാതിരുന്നാൽ അതെല്ലാം എനിക്ക് കുറവുകളായി തോന്നും. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കാം. സ്നേഹസമ്പന്നനുമായ ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ ദശാംശം ദൈവത്തിന് പൂർണ്ണമായി കൊടുത്ത് ജീവിക്കുന്ന വ്യക്തിയാണോ ഞാൻ? അതോ 10,000 ദശാംശം കൊടുക്കേണ്ടടുത്ത് 1000 കൊടുത്തിട്ട് ദൈവത്തെ കൊള്ളയടിക്കുന്ന ഒരു സ്വഭാവമാണോ? അവിടുന്ന് ഹഗ്ഗായി പ്രവാചകന്റെ പുസ്തകത്തിലും മലാക്കിയുടെ പുസ്തകത്തിലും ദൈവത്തിന്റെ പരിശുദ്ധ വചനം പറയുന്നു, നിങ്ങൾ മുഴുവനും എന്നെ കൊള്ളയടിക്കുന്നു. നിങ്ങൾ ദശാംശങ്ങളും കാഴ്ചകളും എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരട്ടെ, അവിടെ ഭക്ഷണം ഉണ്ടാകട്ടെ, സ്വർഗം തുറന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയോ ഇല്ലയോ എന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കുവിൻ എന്നാണ് പരിശുദ്ധ വചനം പറയുന്നത്. ഈ മണിക്കൂറുകളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ, ഇന്നലെ വരെയുള്ള സമയങ്ങളിൽ ദൈവത്തെ കൊടുക്കേണ്ടത് പിടിച്ചു വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഗ്രഹമായി മാറില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അത് അനുഗ്രഹമായി മാറില്ല. ഇന്ന് എനിക്ക് തോന്നുന്ന അനുഗ്രഹങ്ങളൊക്കെ വലിയ നാശത്തിലേക്കുള്ള എൻ്റെ യാത്രയായിരിക്കും. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നലെ വരെയുള്ള എൻ്റെ എല്ലാ സ്വഭാവങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. ഇന്നു മുതൽ എൻ്റെ ദൈവത്തിന് കൊടുക്കേണ്ടത് പൂർണ്ണമായി കൊടുത്തുകൊണ്ട് ദൈവത്തിന്റെ പ്രിയ മകനായി തീർന്ന് കർത്താവിന് പ്രിയപ്പെട്ടവനായി മാറുവാനുള്ള കൃപ നൽകണമേ. എൻ്റെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ വാതിലുകൾ അടഞ്ഞുപോയ സകലതാലങ്ങളെയും യേശുവെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ദശാംശത്തിന്റെ അവസ്ഥകളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈശോ എന്നെ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.